ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ഈദ് ഹോളിഡേയ്സിൻ്റെ അന്ന് ഐക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കിച്ചൺ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇടുന്നതിന് ഒരു 1 വീക്ക് മുന്നേ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഐക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഐക്കയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൽഡ്രോനാക്കുന്നും അവിടെ ഒരു ഷോപ്പുള്ളതാണ്, ആൽഡ്രോനാക്കെന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നും ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ആദ്യം കാണിക്കുന്നില്ല, ഞാൻ ആൽഡ്രോനാക്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കുറച്ച് ലേബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാങ്ങിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ വാൾപേപ്പറാണ്. പക്ഷേ ഇത് വെറുതെ ആയിപ്പോയി. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ പേപ്പർ ടൈപ്പായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, അല്ല കിട്ടിയത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ അറിയാമായിരിക്കും, ഇങ്ങനെ കറങ്ങുന്ന ആ ഒരു ട്രേ, എന്താ പറയണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ആ ഒരു ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ അതിന് നല്ല പൊക്കമായത് കൊണ്ടിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡിസ്പോസിബിൾ സ്പൂണാണ്. ഇതൊക്കെ ഞാൻ എന്തിനാ യൂസ് ചെയ്യുന്നുള്ളത് എൻ്റെ കിച്ചൺ മേക്ക് ഓവറിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. പിന്നെ വാങ്ങിയിട്ടുള്ളൊരു സ്പൂൺ ഹോൾഡറാണ്. ഇത് ഞാൻ ഇവിടുത്തെ ആൽഡ്രോനാക്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ഗ്ലാസ് ട്രേ ആണ്. നമുക്ക് ട്രേ ആയിട്ട് യൂസ് ചെയ്യാം, സെർവിങ് ഡിഷായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ 2 രീതിയിൽ യൂസ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ മെയിനായിട്ട് എൻ്റെ ഓയിൽ ഡിസ്പെൻസറും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അത്യാവശ്യം വലിയ ഒരു ട്രേ ആണ്. അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഉള്ള പ്രൊഡക്റ്റ്സ് അല്ല, ഇനി കാണിക്കുന്ന പ്രൊഡക്റ്റ്സ് അല്ല, ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ചെറിയൊരു ട്രേ ആണ്. എനിക്ക് എൻ്റെ ഡിഷ് വാഷ് ലിക്വിഡും ഹാൻഡ് വാഷൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രേ ആണ്. അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് 2 പ്ലാന്റ് പോട്ടാണ്. ഇത് 2 ഒരേപോലത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാങ്ങിങ് ആയിട്ടുള്ള 2 പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതും ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഒരു ഫ്ലവർ വേസാണ്, ഗ്ലാസിൻ്റെ തന്നെ. അത് ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇടാൻ വേണ്ടി വാങ്ങിയതല്ല. ഈ ഒരു ഫ്ലവർ വേസ് ഡ്രൈ ഫ്ലവേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് വെച്ചിട്ടൊരു കാണാനൊരു ഭംഗി ഉണ്ടായില്ല. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഞാൻ അതേ സെയിം പ്രൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഒരെണ്ണം കൂടെ വാങ്ങി. പിന്നെ എൻ്റെ കയ്യിൽ ഡ്രൈ ഫ്ലവേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരേപോലെ 2ലും ഒരേപോലെ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെച്ചു. അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഡ്രോയർ മാറ്റാണ്. നമുക്ക് നമ്മുടെ കിച്ചൺ ഡ്രോയേഴ്സിനകത്തും അതുപോലെ കബോർഡ്സിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രോയർ മാറ്റാണ്. അതൊരു റോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
പിന്നെ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഫോട്ടോ ഫ്രെയിംസാണ്. 2 ചെറിയ ഫോട്ടോ ഫ്രെയിംസും അതുപോലെ 3 A4 സൈസിലുള്ള 3 ഫോട്ടോ ഫ്രെയിംസുമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ഡിഷ് ട്രെയിനിങ് ട്രേ ആണ്. അത് നമുക്ക് അവർ പറയുന്നത് നമുക്ക് 2 സൈഡും യൂസ് ചെയ്യാവുന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഡിഷ് ട്രെയിങ് സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുത്ത് വന്നിട്ട് ഫോട്ടോ ഫ്രെയിം തന്നെയാണ്. 4 ഫോട്ടോസ് വെക്കാൻ പറ്റുന്നുള്ള ഒരൊറ്റ ഫ്രെയിം. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ മേടിച്ച എല്ലാ സാധനങ്ങളും അഫോർഡബിൾ ആയിട്ട് റേറ്റുള്ള ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. വാങ്ങിയത് നമ്മൾ ചൂടായിട്ടുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇതാകുമ്പോൾ നമുക്ക് നേരെ ഈ ഒരു ട്രേയുടെ മുകളിലേക്ക് വെക്കാം. ഇതിൻ്റെ വലുതും ഉണ്ടായിരുന്നു, അതുപോലെ ഈ സൈസിലുള്ളത് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെറുതാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അടിയിൽ ചെറിയ ഒരു റബ്ബർ ബുഷുണ്ട്. തെന്നി മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബുഷ് കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്പൂൺ ഹോൾഡറിൻ്റെ ട്രേ ആണ്. അതിൻ്റെ അടിയിൽ നമ്മൾ വെക്കുന്ന ഒരു ട്രേ ആണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വാങ്ങിയത് ടീ ഇൻഫ്യൂസേഴ്സാണ്. അത് 2 എണ്ണത്തിൻ്റെ ഒരു പാക്കായിരുന്നു. ഇതും അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ 2 ടീ ഇൻഫ്യൂസേഴ്സ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ വാങ്ങിച്ചതിൽ ആ 2 എണ്ണത്തിൽ ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഇച്ചിരി കൂടെ എളുപ്പവും. അതുപോലെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇത് ആകുമ്പോൾ ചായപ്പൊടിയൊന്നും അങ്ങനെ ഉള്ളിലേക്ക് ഗ്ലാസ്സിലേക്ക് വീഴില്ല. പക്ഷേ ഞാൻ അവസാനം കാണിക്കുന്ന ഒരെണ്ണമുണ്ട്, അത് വലിയ ഗുണമില്ല. അടുത്തത് 2 കോഫി മഗ്സാണ്. ഇത് അവർ തന്നെ പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ IKEA വാങ്ങിക്കുമ്പോൾ അവരിതുപോലെ പൊട്ടുന്ന സാധനങ്ങളല്ല, ഇതുപോലെ അവർ ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഒരു പേപ്പറിൽ അവർ കവർ ചെയ്തിട്ടാണ് തരാം. ഈ കോഫി മഗ് വന്നിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി 2 എണ്ണം ഉണ്ടായിരുന്നതാണ്. എന്നോ ഒരു ദിവസം ഇതേപോലെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി, താഴെ വീണ് പൊട്ടിപ്പോയി. ഇപ്പോൾ ഏത് കോഫി മഗ് വാങ്ങിച്ചാലും 2 എണ്ണം ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഈ ഒരെണ്ണം കൂടെ വാങ്ങിയത് നമ്മൾ പാത്രങ്ങൾ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡാണിത്. പ്ലാസ്റ്റിക്കിൻ്റെയാണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതിൽ നമുക്ക് സ്പൂൺസ് വെക്കാനായിട്ടൊരു ഹോൾഡർ ഉണ്ട്, അതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ വെക്കാനായിട്ടും സ്ഥലമുണ്ട്, അതുപോലെ പ്ലേറ്റ്സ് വെക്കാനായിട്ടും ഇതിൽ നല്ല സ്പേസ് ഉണ്ട്. അധികം വിലയില്ല, നല്ല വിലക്കുറവിൽ കിട്ടിയതാണ് കേട്ടോ. ഒരു ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് മോന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ ബൗൾസും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സുമാണ്. 6 എണ്ണത്തിൻ്റെ പീസ് വന്നിട്ട് 6 എണ്ണത്തിൻ്റെ പ്ലേറ്റ്സും 6 എണ്ണത്തിൻ്റെ ബൗൾസും. വീണ്ടും കുറച്ച് കോഫി മഗ്സാണ്. സ്കൈ ബ്ലൂ കളറിലെ 2 കോഫി മഗ്സ് വാങ്ങി. പിന്നുള്ള 2 കോഫി മഗ്സ് വന്നിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോഫി മഗ്സാണ്. പിന്നെ വന്നിട്ട് 2 ഗ്ലാസ്സാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം വലുതാണ്, നന്നായിട്ട് ഉള്ളുള്ള 2 ഗ്ലാസ്സാണ് വാങ്ങിയിട്ടുള്ളത്. ലൈറ്റ് പിങ്ക് കളറിൽ 2 ഗ്ലാസ്. പിന്നെ വാങ്ങിയിട്ടുള്ളതൊരു ഫ്ലാസ്ക്കാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുന്ന രീതിയിലുള്ള നല്ലൊരു ഫ്ലാസ്ക്കാണ്. ഇത് നമ്മൾ യൂസ് ചെയ്താണ്. അധികം റേറ്റ് ഇല്ല, പക്ഷേ
നല്ലൊരു അടിപൊളി ഫ്ലാസ്ക്കാണ് കേട്ടോ. അടുത്തത് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ചെറിയ ചായക്കടകളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന രീതിയിൽ ചായ കിട്ടുന്ന ഗ്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്കിഷ്ടമായി, ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിച്ചെടുത്ത ഗ്ലാസ്സാണ്. 6 ഗ്ലാസിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ചായക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്ലാസ്. പിന്നെ ഒരേ കളറിലെ വൈറ്റ് കളറിലെ ചെറിയ ബൗളും വലിയ ബൗളും, പിന്നെ അതുപോലെ വൈറ്റ് കളറിലെ തന്നെ ഒരു 6 പീസ് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് ഒരു വുഡൻ കട്ടിംഗ് ബോർഡാണ്. നമുക്ക് കട്ടിംഗ് ബോർഡായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ട്രേ ആയിട്ടും യൂസ് ചെയ്യാം. 2 രീതിയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കട്ടിംഗ് ബോർഡ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമുക്ക് ഒടിച്ച് മടക്കി ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കട്ടിംഗ് ബോർഡാണ്. ഇത് 2 പീസായിട്ടാണ് വരിക. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് 1 എടുത്തിട്ടുള്ളൂ. പിന്നെ വന്നിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. ഇതും എനിക്ക് കൂടുതലും ഈ ഫ്ലവേഴ്സിനേക്കാളും ഇഷ്ടം പ്ലാന്റ്സാണ്. അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പോട്ട് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വൈറ്റ് കളറ്. അടുത്തത് കാണിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീ ഇൻഫ്യൂസർ. ഇത് നമ്മൾ ചായപ്പൊടി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഊർന്നു പോരും. അപ്പോൾ അത് വലിയ സുഖം ഉണ്ടായില്ല. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് ഞാൻ IKEA വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.